ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന്റെ ഡ്രീം ക്യാമ്പസ് ആണ് IITs എന്ന് പറയുന്നത്. ഈ IITകളിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് എഴുതേണ്ട എൻട്രൻസ് എക്സാം JEE ആണെന്ന് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയുമായിരിക്കും. എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. JEE വഴി അല്ലാണ്ട് ഒളിമ്പ്യാഡുകളിലെ പെർഫോമൻസ് വഴിയും നിലവിൽ IITകളിലേക്ക് അഡ്മിഷൻ നടക്കാറുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട ചില IITകളിൽ IIT ബോംബെ, IIT മദ്രാസ്, IIT കാൺപൂർ, IIT ഗാന്ധിനഗർ തുടങ്ങിയ ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ കാണുന്ന IITകളൊക്കെയും കഴിഞ്ഞ അക്കാദമിക് ഇയറുകളിൽ അവർ ഒളിമ്പ്യാഡിലെ പെർഫോമൻസ് വഴിയും കുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള സർക്കുലറുകളൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഈ IIT മദ്രാസ് 2 സ്കീമുകൾ സ്കോപ്പ് എന്നും OAM എന്നും പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ സൈറ്റുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സ്കോപ്പ് എന്ന് പറയുന്നത്? സയൻസ് ഒളിമ്പ്യാഡ് എക്സലൻസ് അഡ്മിഷൻ ത്രൂ ഡെമോൺസ്ട്രേറ്റഡ് എക്സലൻസ് ഇൻ നാഷണൽ ഓർ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്. നാഷണൽ ഓർ ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡുകളിലെ പെർഫോമൻസ് വഴി കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനാണ് സ്കോപ്പ് എന്ന പേരിൽ വിളിച്ചിരിക്കുന്നത്. ആൻഡ് OAM എന്ന് പറഞ്ഞാൽ എന്താ? BS മാത്തമാറ്റിക്സ് അഡ്മിഷൻ ത്രൂ ഒളിമ്പ്യാഡ് അഡ്മിഷൻ മോഡ്. ഒളിമ്പ്യാഡ് അഡ്മിഷൻ മോഡിനാണ് അവർ OAM എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. അഥവാ BS മാത്തമാറ്റിക്സ് പോലുള്ള ഡിഗ്രിക്ക് IIT മദ്രാസിൽ മാത്സ് ഒളിമ്പ്യാഡിലെ പെർഫോമൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞിരിക്കുന്ന പ്രീമിയർ IITകളിലെ ഒക്കെയും അവരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് അവർ ഓൾറെഡി ഒളിമ്പ്യാഡിലെ പെർഫോമൻസ് വഴി കുട്ടികളെ സെലക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. സോ ആസ് എ സ്റ്റുഡൻറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ വരെ നീളുന്ന ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ബിൽഡ് വെരി സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് എന്നാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ കാണാണ്ട് പഠിച്ചു പോവാതെ ഓരോന്നിനെ കുറിച്ചും കൃത്യമായ ഡീപ്പ് കൺസെപ്ച്വൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ബിൽഡ് വെരി സ്ട്രോങ് ഫണ്ടമെൻ്റൽസ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം, സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഡെയിലി. നിങ്ങളുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ലോജിക്കൽ റീസണിങ്ങിൻ്റെതാവട്ടെ മാത്സിൻ്റെതാവട്ടെ തുടങ്ങിയിട്ട് നിങ്ങളെ ബ്രെയിനെ അത്രത്തോളം ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഡിഫിക്കൽട്ട് ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തുടങ്ങുക. ആൻഡ് റീഡ് ബിയോണ്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്സ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റീഡ് ബിയോണ്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കാതെ അതിനപ്പുറം അതിനേക്കാൾ ഡീപ്പായിട്ടുള്ള ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ വായിക്കുക എന്നുള്ളത്. ആൻഡ് അനലൈസ് പ്രീവിയസ് ഒളിമ്പ്യാഡ് പേപ്പേഴ്സ്. ഒളിമ്പ്യാഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, ജോയിൻ എ സ്ട്രോങ് പിയർ ഗ്രൂപ്പ് ഓർ മെൻറ്റർ. ഇതിലേക്ക് നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യിക്കാൻ പറ്റുന്ന നിങ്ങളെപ്പോലെ ഒരു പിയർ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു മെൻറ്ററുടെ കീഴിലേക്കോ നിങ്ങൾ മാറുക എന്നുള്ളത്. അത്തരത്തിൽ ഈ പറയപ്പെട്ട ഒളിമ്പ്യാഡ് പോലുള്ള എക്സാമുകൾക്ക് അല്ലെങ്കിൽ JEE ആവട്ടെ, നീറ്റ് ആവട്ടെ, ഈ പറയപ്പെട്ട IISലേക്കോ ICERലേക്കോ ഒക്കെ ഉള്ള അഡ്മിഷൻസ് ആവട്ടെ, നിങ്ങളെ എല്ലാ എൻട്രൻസ് എക്സാമുകളിലേക്കും ഗൈഡ് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് പിയർ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് എജുപോഡ് ഫൗണ്ടേഷൻ ബാച്ച്. നിങ്ങൾ നിലവിൽ ഒരു ഹൈസ്കൂൾ ലെവൽ ക്ലാസ് 7 to 10 വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ JEE ആവട്ടെ, നീറ്റ് ആവട്ടെ, ICER ആവട്ടെ, IISc ആവട്ടെ, ഒളിമ്പ്യാഡ് ആവട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളെ ക്യാപ്പബിൾ ആക്കാനുള്ള ഏർലി പ്രിപ്പറേഷൻ നിലവിൽ തന്നെ പഠിച്ചു തുടങ്ങുന്ന ലെവലിൽ അല്ലെങ്കിൽ നിലവിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ വലിയ ആശയങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് എജുപോഡ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എജുപോഡ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വൈഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമുകളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിലേക്കാണ് നിങ്ങളെ എജുപോഡ് ക്ഷണിക്കുന്നത്. സോ ഈ എജുപോഡ് ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് രജിസ്റ്റർ നൗ.